നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് നിധിയുടെ സുധീഷിന്റെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. 2 ദിവസമായിട്ട് അത് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഇന്ന് മുതൽ ഇനിയിപ്പോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്ന നിധിയുടെ കൈയും പിടിച്ചു രാജീവ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും എസ് ഐ വിളിച്ചു. അവിടെ ഒന്ന് നിൽക്ക് സാറേ എന്ന് പറയണം. അപ്പോഴേക്കും രാജീവ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. സാറേ, അങ്ങനെ അങ്ങോട്ട് പോയാലോ? പോലീസ് സ്റ്റേഷനിലെത്തിയ കേസാ. അങ്ങനെ പെട്ടെന്നൊന്നും പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോകാനായിട്ടൊന്നും പറ്റില്ല. രാജീവ് പറഞ്ഞു, എന്റെ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് പോകാനായിട്ട് എനിക്ക് ആരുടെ അനുമതിയാ വേണ്ടേ? സാറേ, അതൊക്കെ മുമ്പ്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. സാറിന് അങ്ങനെ പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ രാജീവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയം സൂര്യ പറഞ്ഞു, ദേ അങ്കിൾ അവളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്, ബാക്കി കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറയണം. ആ സമയം എസ് ഐ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. നിങ്ങളുടെ തോന്നിയാസം ഒന്നും അല്ലത്. ഇതൊരു പോലീസ് സ്റ്റേഷനാ. ആ ചിന്ത വേണം. ഒരു പക്ഷെ നിങ്ങൾ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കാം, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുവാണ് രാജീവ്. പിന്നീട് എസ് ഐ നേരെ സുധീഷിന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, സത്യം പറയടാ, നീ ആ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോന്നാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ സാർ ഞാൻ അല്ല, അവളുടെ വീട്ടുകാർ പറയുന്നു നീ കടത്തിക്കൊണ്ട് പോന്നാന്ന്. നീ പറയുന്നു നിന്നെ അവളെയും കൂടെ കൊല്ലാനായിട്ട് അവളുടെ വീട്ടുകാർ വന്നാന്ന്. ഇതിനകത്ത് എന്താ സത്യാവസ്ഥ എന്താന്ന് ചോദിക്കുവാണ്. സുധീഷ് എന്തു മറുപടി പറയണമെന്നറിയില്ലാതെ നിധിയെ ദയനീയമായിട്ടൊന്ന് നോക്കുവാണ്. ആ സമയം നിധിയുടെ കയ്യിലെ പിടുത്തം വിട്ടിട്ടുണ്ടായിരുന്നില്ല. രാജീവ് മുറുക്ക പിടിച്ചിരിക്കുകയാണ് കയ്യില്. നിധി പിടുത്തം വിടിയിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പിടുത്തം വിടിയിക്കുന്നില്ല. ആ സമയം സുധീഷിനോട് ചോദിച്ചു, സത്യം പറ, അതെന്റെ സത്യാവസ്ഥ എന്നാൽ ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ. ഇതെങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു കേസൊന്നുമല്ല. കൊല്ലാനായിട്ട് അവർ വന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര മാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാണോ? അതോ അവളെ നീ തട്ടിക്കൊണ്ട് പോന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നീ അകത്താന്ന് പറയണം. സൂര്യ പറഞ്ഞു, അവനെ പിടിച്ച് അകത്തിട് സാറേ, ഞങ്ങൾ പറഞ്ഞ 100% ശരി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും നിധി രാജുവിൻ്റെ കയ്യിലെ അങ്ങോട്ട് വിടുവിച്ചു. തൻ്റെ കയ്യിലെ വിടുവിച്ചിട്ട് സുധീഷിൻ്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് വന്ന് സുധീഷിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കണം. ഒരു നിമിഷം രാജീവൊക്കെ ഞെട്ടിപ്പോയി. ആ സമയം നിധി പറഞ്ഞു, സാറേ, എന്നെ ആരും കടത്തിക്കൊണ്ട് വന്നൊന്നുമല്ല, ഞാൻ സുധീഷിനൊപ്പം ഇറങ്ങിപ്പോന്നാന്ന് പറയാം. എന്ത് ചെയ്യാൻ പറ്റും? കാരണത്ത് 4 അടി കിട്ടിയ പോലെ രാജീവ് നിൽക്കുകയാണ്. ആ സമയം എസ് ഐ നിധിയോട് ചോദിച്ചു, സത്യമാണോ കുട്ടി നീ പറയണമെന്ന് ചോദിക്കുക. സത്യമോ സാറേ, ഞാൻ ആരും പിടിച്ചോണ്ട് ഒന്നും അല്ല എന്ന് പറയണം. ആ സമയം രാജീവ് പറഞ്ഞു, ഇവള് വെറുതെ കള്ളത്തരം പറയണ, ഇവളുടെ ബുദ്ധിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്, അവൻ കടത്തിക്കൊണ്ട് വന്ന തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക. അത് കേട്ടപ്പോൾ സൂര്യയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. സൂര്യ ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, നിനക്കിട്ട് ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞ് നേരെ നിധിയുടെ അടുത്തേക്കുന്നു. നിധി പെട്ടെന്ന് അവനെ അങ്ങ് തള്ളി മാറ്റി വിട്ടു. മാറി നിൽക്കടാന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ അത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും സുധീഷിനെ അടിക്കാനായിട്ട് അരുൺ ചെന്നു. നിനക്കിട്ട് ഞാൻ തരുന്നുണ്ട്, നിനക്ക് എൻ്റെ പെങ്ങളെ കിട്ടിയോളല്ലേ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലല്ലേ? ഡ്രൈവറായ നിനക്ക് എന്ത് ധൈര്യത്തിലാണ് നീ എൻ്റെ പെങ്ങളുടെ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുൺ തല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും കോൺസ്റ്റബിൾ പറഞ്ഞു, ഡേ പോലീസ് സ്റ്റേഷൻ മര്യാദയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്കുക, ഇവിടെ നിങ്ങളുടെ ഗുണ്ടാത്തരം ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സൂര്യ പറഞ്ഞു, ദേ സാറേ, ഒരുമാതിരി പരിപാടി കാണിക്കരുത്. ഇവളെ ഞാൻ നമ്മളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന, ഞാനിവിടെ തമ്മിലുള്ള വിവാഹമാണ്, വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട്, മര്യാദയ്ക്ക് വന്നോ നീ എന്ന് പറഞ്ഞു. രാജീവ് പറഞ്ഞു, നിധി നീ വരുന്നുണ്ടോ ഇല്ലയോ? നിന്റെ അച്ഛനാ നിന്നെ വിളിക്കുന്നേ. ഇല്ല അച്ഛാ, ഞാൻ വരത്തില്ല, നിങ്ങളോട് വരാൻ എനിക്ക് പേടിയാ, ഇവനുമായിട്ടുള്ള കല്യാണം എൻ്റെ നടത്തില്ലേ. അപ്പോഴേക്ക് സൂര്യ പറഞ്ഞ്, നടത്തൂടി, ഇനിയിപ്പം കല്യാണം വിവാഹം നിശ്ചയം മുടങ്ങിപ്പോയാലും വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരിക്കും, നിന്നെ ഉണ്ടല്ലോ ഞാൻ. അപ്പോഴേക്കും അരുൺ സൂര്യ അങ്ങോട്ട് വിളിച്ചിട്ട് പുറത്തേക്ക് പോയി. പിന്നീട് പറഞ്ഞു, ദേ വെറുതെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ സൂര്യ, പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ ഒരു വെറും ഡ്രൈവറുടെ കൂടെയാണ് നിങ്ങളുടെ പെങ്ങൾ ഒളിച്ചോടി വന്നിരിക്കുന്നത്, അത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നില്ല. അരുൺ പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത്, എൻ്റെ പെങ്ങള് അത്രക്കാരിയൊന്നുമല്ല, അല്ലാഞ്ഞിട്ടാണോ അവൻ്റെ കൈ പിടിച്ച് അവിടെ കൊഞ്ചി കുഴഞ്ഞ് നിൽക്കുന്നത്, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുതെന്നും പറഞ്ഞ് ചീത്ത പറയണം. അപ്പോഴേക്കും എന്ത് ചെയ്യണം നടത്തില്ല അരുൺ പറഞ്ഞു, സൂര്യ നീ ഒന്ന് കാമായിട്ട് നിൽക്കുക, ഇങ്ങനെ ദേഷ്യപ്പെട്ടോ ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അത് അതിൻ്റെ വഴിക്ക് നടക്കണം, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറയണം. അപ്പോഴേക്കും നിധിയുടെ അടുത്തേക്ക് രാജീവ് എന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ അച്ഛനെ വിളിക്കുന്നത്, നീ വാ, ദേ വെറുതെ നീ ഇവിടെ കിടന്ന് വാശി പിടിക്കരുത്, അവിടെ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, നിന്റെ അമ്മയും അതെ നിന്റെ ചേച്ചിയും ഒക്കെ എല്ലാവരും കാത്തിരിക്കുക നിനക്ക് വേണ്ടിയിട്ട്, നീ അങ്ങോട്ട് വന്നാൽ മാത്രം മതി, ഈ കല്യാണം നടന്നില്ലെങ്കിൽ അവർക്കൊക്കെ എത്രമാത്രം വിഷമാവും അറിയാവോ. നിധി പറഞ്ഞു, വേണ്ടച്ചാ ഞാൻ വരത്തില്ല, എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ആ സമയത്ത് എസ് ഐ കോൺസ്റ്റബിളിനെ കണ്ണുകൊണ്ട് കാണിച്ചു. അപ്പോഴേക്ക് സുധീഷിനെ കോൺസ്റ്റബിൾ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ സമയം
സുധീഷ് കോൺസ്റ്റബിളിനെ നോക്കി. അപ്പോഴേക്കും നിധി ചോദിച്ചു, എന്താ സാർ, എന്തിനാ വിളിച്ചോണ്ട് പോന്നേ? ഞങ്ങൾക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. സുധീഷിന് ടെൻഷനായി. തന്നെ ഇനിയിപ്പം വിളിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ഇനിയിപ്പോൾ അവളെ എന്തെങ്കിലും ചെയ്യാനാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ സുധീഷിനോട് കോൺസ്റ്റബിൾ ചോദിച്ചു, സത്യം പറ, എന്താ സംഭവം? ഒരാൾ പറയുന്നു കടത്തിക്കൊണ്ട് വന്നാന്ന്, നീ പറയുന്നു നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതെന്ന് അവർ. അതിനകത്ത് സത്യാവസ്ഥ എന്താ? അത് പിന്നെ സാറേ, കടത്തിക്കൊണ്ട് വന്നൊന്നുമല്ല. പിന്നെയോ? അതെ, നീതിക്ക് അവനെ ഇഷ്ടമില്ല. സൂര്യ അവൻ്റെ ഒരു വെറും സൈക്കോയാന്ന് പറയണം. അതുകൊണ്ട് ആ കല്യാണത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ പോന്ന. അല്ല, കല്യാണത്തിന് ഇഷ്ടമില്ലെങ്കിൽ അത് അവളുടെ വീട്ടുകാരോട് പറഞ്ഞാൽ പോരെ. വീട്ടുകാരോട് പറഞ്ഞു, പക്ഷെ അവർ സമ്മതിച്ചില്ല. അതിനെന്തിനാടാ നിന്റെ കൂടെ ഇറങ്ങി വരുന്നേ? നിന്റെ കൂടെ ഇറങ്ങി വരേണ്ട ആവശ്യം എന്താ? അത് പിന്നെ അവളെ ഞാൻ സഹായിക്കുന്ന സാറേ. സഹായിക്കുന്നോ? അങ്ങനെ സഹായിക്കാന്ന് പറഞ്ഞ ഉടനെ അവൾ നിന്നോടൊപ്പം ഇറങ്ങി വരത്തില്ല. അതിനകത്ത് എന്തോ ഒരു കളിയുണ്ടല്ലോ. അത് പിന്നെ അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണം. ആ, അതൊക്കെ നിനക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? അത് അങ്ങനെ ചോദിച്ചാൽ, എടാ നിന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവൾ നിന്നോടൊപ്പം ഇറങ്ങി വരുമോ? അത് ചിലപ്പോൾ ശരിയായിരിക്കും സാറേ, എന്നെ ഇഷ്ടമായിരിക്കും. എടാ അപ്പം നീ ബലമായിട്ട് പിടിച്ചോണ്ട് വന്നതല്ല, നിന്നോടൊപ്പം പോന്നല്ലേ? ആ ശരിയാ സാറേ, കുറച്ചൊക്കെ എൻ്റെ സത്യാവസ്ഥയൊക്കെ ഉണ്ട് സാറേ. ദൈവത്തെ ഓർത്ത് അവരുടെ കൂടെ പറഞ്ഞു വിടല്ല അവളെ. നിധി പാവാ. അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തേലും സംഭവിക്കും. അവളും അവനും തമ്മിലുള്ള കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ സാർ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, അവൾ വല്ല ആത്മഹത്യയും ചെയ്താൽ പിന്നെ സാറേ പെട്ടുപോകത്തുള്ളൂ. ആ സമയത്ത് കോൺസ്റ്റബിൾ പറഞ്ഞു, സത്യമാണ്ടാ നീ പറയണേ? സത്യമാ സാറേ, എങ്ങനെയെങ്കിലും ആ പാവത്തിനെ ഒന്ന് രക്ഷിക്കുക. അവനുണ്ടല്ലോ ആ സൂര്യ, അവനൊരു സൈക്കോയാ. സൈക്കോയോ? സാർ ഒരു 5 മിനിറ്റ് അവനോടൊന്ന് സംസാരിച്ച് നോക്കിയേ, അപ്പോൾ അവൻ്റെ തനി നിറം പുറത്ത് വരുന്ന കാണാം. അവനോടൊപ്പം ഒരു പെൺകുട്ടി എങ്ങനെയാണ് സാറേ ജീവിക്കുന്നത്? ദേ അങ്ങേരുണ്ടല്ലോ നിധിയുടെ അച്ഛൻ, അങ്ങേർക്ക് പണവും പത്രാസും ഒക്കെയാ മുഖ്യം. സ്റ്റാറ്റസ് നോക്കിയാൽ അല്ലാതെ മോളുടെ ഭാവിയൊന്നും അയാൾ ചിന്തിക്കുന്നതും കൂടി ഇല്ല. അയാൾക്ക് സ്റ്റാറ്റസാണ് പ്രധാനം. ഈ കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്റ്റാറ്റസിന് കോട്ടം തട്ടുമെന്ന് വിചാരിച്ചാൽ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അത് കേട്ടപ്പം കോൺസ്റ്റബിൾ പറഞ്ഞു, നീ പറയുന്നതിലൊക്കെ സത്യാവസ്ഥയുണ്ടോ? സത്യാവസ്ഥയുണ്ട് സാറേ, പ്ലീസ് സാറേ, ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കാനൊക്കെ പറയാണ്. അങ്ങനെ ഒടുവിൽ കോൺസ്റ്റബിൾ അവനെ കൊണ്ട് അങ്ങോട്ട് വന്നു. ഈ സമയത്ത് രാജീവിനോട് നിധി പറഞ്ഞു, അച്ഛ എന്നെ വെറുതെ വിട്ടേക്കച്ച എന്ന് പറയണം. നിന്നെ വെറുതെ വിടാനോ? നിന്നെ വെറുതെ വിടാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോണെന്ന് പറയണം. അപ്പോഴേക്കും എസ് ഐയോട് സുധീഷ് പറഞ്ഞു, സാറേ ആ കൂടെ പറഞ്ഞു വിടല്ല, അവളുടെ ജീവിതം തകർന്നു പോകും. ദേ അവൾ എന്തെങ്കിലും ചെയ്താൽ നാളെ നിങ്ങളൊക്കെ പ്രതിയാവുമെന്നൊക്കെ പറയണം. രാജീവ് പറഞ്ഞു, എൻ്റെ മകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ അതിനകത്ത് ഇടപെട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത അങ്ങോട്ട് പറയണം. സുധീഷിന് നല്ല സങ്കടവും ദേഷ്യം വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുധീഷിൻ്റെ ഭാഗത്ത് സുധീഷ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവരുടെ ആൾക്കാരാ. ആ സമയത്ത് കോൺസ്റ്റബിൾ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മകളല്ലേ, നിങ്ങളൊരു 5 മിനിറ്റ് അവളെ മാറ്റിയിരുന്നുകൊണ്ട് സംസാരിക്കുക. ഒരു 5 മിനിറ്റ്. ആ എന്താ സാറേ? എൻ്റെ മകളോട് എനിക്ക് സംസാരിക്കാൻ 5 മിനിറ്റ് മതിയോ? തൽക്കാലത്തേക്ക് 5 മിനിറ്റ് മതി സാറേ, ഞാൻ ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകും. അതൊന്നും പറ്റില്ല, ആദ്യം അവളോട് സംസാരിക്കും നിങ്ങൾ, എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് തീരുമാനിക്കാം സാറേ. അത് പിന്നെ ഞാൻ ഒന്ന് പോയി സംസാരിച്ച് കാര്യത്തിലൊരു തീരുമാനമാക്കുക. ഇത് വല്ലാത്തൊരു പുലിവായലായാലോ എന്നൊക്കെ എസ് ഐ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുവാണ്, രാജീവ് നിധിക്കും സംസാരിക്കാൻ വേണ്ടി അല്പസമയം കൊടുക്കുകയാണ്. ആ സമയം കോൺസ്റ്റബിളിനോട് ഭയങ്കര സങ്കടത്തോടുകൂടി സുധീഷ് പറഞ്ഞു, സാറേ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കുക. ഒരു പക്ഷെ അവളുടെ അച്ഛൻ അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ദേ അവളുടെ ജീവിതം തകർന്നു പോകും. ചിലപ്പോൾ അവളെ ബലമായിട്ട് കൊണ്ടുപോകാനായിട്ടായിരിക്കും. എടോ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല മുറിയിലേക്ക് കയറ്റിയിട്ട് ബലമായി കൈ പിടിച്ചുകൊണ്ട് പോയാലോ? അതിനൊന്നും ഇവിടെ പറ്റില്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്, അങ്ങനെയൊന്നും ബലമായിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. താനൊന്ന് ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഈ സമയത്ത് രാജീവ് നിധിയോട് സംസാരിക്കുക. നിധി ഞാൻ പറയുന്ന അനുസരിക്കുക, നീ വീട്ടിലേക്ക് വാ. ഇല്ലച്ഛൻ ഞാൻ വരത്തില്ല. നിധി നിന്നോടാ പറഞ്ഞ വീട്ടിലേക്ക് വരാനായിട്ട്. ഞാൻ പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ? കുഞ്ഞുനാളിലെ മുതൽ നിന്റെ ഇഷ്ടങ്ങളൊക്കെ നടത്തി തരുന്ന നിന്റെ അച്ഛൻ. അത് ശരിയാച്ചാ, പക്ഷേ എടി നിനക്ക് ഇങ്ങനത്തെ ഒരു ഡ്രൈവറെ കിട്ടിയോളോ നിനക്ക് ഒളിച്ചോടി പോരാനായിട്ട്? നിനക്ക് നാണമില്ലേ നിധി? ഇവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടം വരെ എത്തിയത്? അച്ഛ അങ്ങനൊന്നും അല്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജുവോട് ഞാൻ അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, അവനെതിരെ കേസ് കൊടുത്ത് അവനിട്ടുള്ള പണി കൊടുക്കുന്നുണ്ട്. അവനെ ഞാൻ വെട്ടിയെരിഞ്ഞ് കളയും. അപ്പോഴേക്കും നിധിക്ക് പേടിയെ. നിധി പറഞ്ഞു, അച്ഛനൊപ്പം ഞാൻ വരാം, പക്ഷെ ഒരു കാര്യം, സുധീഷിനെ ഒന്നും ചെയ്യരുത്, അവനെ വെറുതെ വിടണം. അവനെ വെറുതെ വിടണമെന്നൊക്കെ ഞാൻ ആലോചിക്കട്ടെ. എന്ത് വർത്താനം അച്ഛൻ പറയണേ? അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. ശരിക്കും പറഞ്ഞാൽ സുധീഷ് ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനാണ് സുധീഷിനോട് പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞേ, അല്ലാതെ സുധീഷ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും അരുൺ വന്നിട്ട് പറഞ്ഞു, ഇനി ഇവള് പറയുന്നൊന്നും അച്ഛൻ വിശ്വസിക്കരുത്, ഇവള് മൊത്തം കള്ളത്തരോ പറയണേ. നീ ഒന്നും മിണ്ടാതിരിക്കരണേ. പിന്നല്ലാതെ ഇവളുടെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പെരുവഴിയിലാവും.
എടി എന്നാലും നീ ഇത്രയ്ക്കൊരു ചതി ഞങ്ങളോട് ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഏട്ടാ ഞാൻ പറയുന്ന കേൾക്ക, അവൻ പാവമാണ്, അവന് ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി നീ അത് പറഞ്ഞു, ഡ്രൈവറുടെ കൂടി ഒളിച്ചോടി പോന്നും പറ, അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടതാടി, എന്നിട്ടാണ്ട് നീ ഇത് പറയണേ. അതിന് ഞാൻ പേടിച്ചിട്ടാ ഏട്ടാ, പേടിച്ചിട്ട് നിന്റെ പേടിയെ മാറ്റി തരുന്നുണ്ട്. അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, അരുണേ നീ മിണ്ടാതിരിക്കുക. നിധിയോട് പറഞ്ഞു, മോളെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ട് അവിടെ ഇരിക്കുക. അച്ഛൻ എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് നാണം കിട്ടി നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ്റെ കാര്യം അറിയാലോ, അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറയാണ്. നിധി പറഞ്ഞു, ഇത്രയൊക്കെ പറഞ്ഞിട്ട് അച്ഛനെന്താ മനസ്സിലാകത്തെ? അച്ഛനെ ഈ കല്യാണം വേണ്ടെന്ന് വെക്ക്, എന്നിട്ട് അവനെയും പറഞ്ഞു വിടും സുധീഷിനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൂടെ വരാം, ഉറപ്പായിട്ടും വരാം. അച്ഛൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയണം ഈ കല്യാണം നടക്കില്ലെന്ന്, പോലീസ് സ്റ്റേഷനിൽ അത് തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറയണം. അതൊട്ടും സമ്മതമായിരുന്നില്ല. ഈ സമയത്ത് എസ് ഐയുടെ അടുത്ത് സുധീഷിനെ കൊണ്ട് കോൺസ്റ്റബിൾ അങ്ങ് വന്നിട്ട് പറഞ്ഞു, സാറേ ഇത് വേറെ കേസാ. എന്താ? ആ പെണ്ണിനെ ഇവനിഷ്ടമാണ്, ഇവനെ ആ പെണ്ണിനും ഇഷ്ടമാണ്, അതാ സംഭവം. അതിന് വീട്ടുകാർക്ക് സമ്മതമല്ല, വീട്ടുകാരെ വേറൊരു കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ആ വന്നവനില്ലേ അവനുമായിട്ട്. എടോ അങ്ങനെയാണ് ഇപ്പോഴും നല്ല ബന്ധമാണ് നടക്കുന്നതല്ലേ നല്ലത്. എൻ്റെ പൊന്ന് സാറേ, ആ സൂര്യ എന്ന് പറയുന്നവൻ്റെ സൈക്കോയാ. അവൻ്റെ സ്വഭാവം കണ്ട് സാറിന് മനസ്സിലാകുന്നില്ലേ? ആ പെങ്കൊച്ചൊരു പാവ. സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളാണ് ഇവരെ പിരിക്കേണ്ട കാര്യമുണ്ടോ സാറേ? എടോ ഇപ്പോൾ താൻ എന്താ പറഞ്ഞു വരുന്നേ? അത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യം ആ പെങ്കൊച്ചിന് സമ്മതമാണെങ്കിൽ ആ പെങ്കൊച്ചിനെ ഇവനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നതല്ലേ നല്ലത്. വെറുതെ നമ്മളെന്തിനാ ഒരു പുലിവാല് പിടിക്കുന്നേ? ആ പെങ്കൊച്ചിന് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ശരിയാ സാറേ, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് രക്ഷിക്കാൻ പറയണം. എടോ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളിനിയിപ്പോൾ അവളുടെ അച്ഛൻ്റെ കൂടെ പോകുന്നതെന്ന് പറയുവാണെങ്കിൽ അതെനിക്ക് അംഗീകരിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കോൺസ്റ്റബിൾ പറഞ്ഞു, കുറച്ച് സമയമായാലും അവർ അച്ഛനും കൂടെ സംസാരിക്കാൻ പോയിട്ട് അവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരാൻ പറയണം. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് രാജീവ് പറഞ്ഞു, ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോവാം. നിധിയോട് ചോദിച്ചു, അച്ഛൻ്റെ കൂടെ പോകാൻ സമ്മതിച്ചോ? നിധി പറഞ്ഞു, പോകുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ സൂര്യമായിട്ടുള്ള കല്യാണം നടക്കാൻ പാടില്ല, സുധീഷിനെ വെറുതെ വിടുകയും ചെയ്യണം. അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു, അതൊന്നും പറ്റില്ല, ഇവനിട്ടുള്ള പണി ഞാൻ കൊടുക്കും. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ ഇവനെതിരെ കേസ് കൊടുക്കും. എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ ഇവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോഴേക്കും നിധിയുടെ മട്ടുഭാവമൊക്കെ അങ്ങോട്ട് മാറി. നിധി പറഞ്ഞു, അങ്ങനെയാണ് എനിക്ക് പറ്റില്ല അച്ഛാ, അച്ഛനോടൊപ്പം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ രാജീവ് നിൽക്കുകയാണ്. കാരണം നിധി ഒരടി പിന്നോട്ട് മാറാൻ തയ്യാറായില്ല. സൂര്യയാണ് കട്ടക്കലിപ്പോട് നിൽക്കുക. സൂര്യ പറഞ്ഞു, ഇവളെ ഇനി ഞാൻ ശരിയാക്കുന്നുണ്ട്. നിനക്ക് ഇവനെ പോലെ ഒരു ഡ്രൈവറുടെ കൂടെ ജീവിക്കണമല്ലേ? നിനക്ക് നാണം ഉണ്ടോടി? നിനക്ക് ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ലേ നീ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നേ? എവിടെയോ കിടന്ന് ഇവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രണ്ടും കൂടെ സൂഹിക്കുമായിരുന്നല്ലേ? രാജീവ് പറഞ്ഞു, സൂര്യ അനാവശ്യമായിട്ട് പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം അങ്കിളെ? ഞാൻ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് രണ്ടുപേരും കൂടെ വന്നിട്ട് പോലും ഇവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി. അപ്പം ഇവൾക്ക് എന്നെ വേണ്ട പോലും. എടി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളികളൊക്കെ നടത്തുവാണ്. പക്ഷേ സുധീഷിന് ഭയങ്കര സന്തോഷമാണ്, നിധി തന്നോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ നിധിയുടെയും സുധീഷിൻ്റെയും വിവാഹമൊക്കെ നടക്കും. അപ്പോൾ കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം പുതിയ കഥയാണ്, നല്ലൊരു കഥ തന്നെയാണ്. അത് മാത്രമല്ല ഇനി വൈകുന്നേരം അലീനയുടെ മനുഷ്യങ്ങളുടെയും വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.